പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, സ്വർണ്ണവർഷം എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? സൺഡേ ആകുമ്പോൾ നിങ്ങളുടെ വീട്ടിലോട്ട് സ്വർണ്ണമായിട്ട് ഞങ്ങൾ എത്തുകയാണ് സ്വർണ്ണവർഷത്തിലൂടെ. അപ്പോൾ ആ ഒരു ചാൻസ് മിസ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാവുള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഗെയിം ഷോ ആണ് നമ്മുടെ പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. എങ്ങനെയാണ് ഇത് പങ്കെടുക്കേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു കേട്ടെ. വേറൊന്നുമില്ല, ഈ കാണുന്ന നമ്പേഴ്സ് ഉണ്ടോ, 11 to 70 വരെ നിങ്ങൾക്ക് നമ്പേഴ്സ് കാണാം. ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വിളിച്ചിട്ട് ഒന്ന് ചൂസ് ചെയ്യുക, എന്നോട് പറയുക. ഞാൻ ചെന്ന് തുറന്നു നോക്കുന്നു, സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു, സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പം മിസ് ചെയ്യരുത്, ഉറപ്പായിട്ടും വിളിക്കുക. നിങ്ങൾക്ക് വിളിച്ച് മാത്രമല്ല കേട്ടോ, വാട്സപ്പിലൂടെയും പങ്കെടുക്കാം. നിങ്ങൾക്ക് കോൾ കണക്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് എടുത്തിട്ട് 8086011443 എന്ന നമ്പറിലോട്ട് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഈ നമ്പറിലോട്ട് വിളിക്കാൻ പാടില്ല കേട്ടോ, അത് വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. വിളിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് വിളിക്കാം എന്നുള്ളതാണ്. വാട്സപ്പിൽ ഒരൊറ്റ തവണ മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കുക. എന്തായാലും നമുക്ക് ആദ്യത്തെ കോളറിലോട്ട് കിടക്കാം. ഹലോ, യെസ്, ഫസ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്. എന്തായാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, കോൾ കണക്ട് ആവുന്നതിന് മുന്നേ തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചേക്കണം, ഇല്ലെങ്കിൽ ആകെ മൊത്തം പ്രശ്നമാകും. നമ്മൾ പറയുന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് കോളറിലോട്ട് പോവാം. ഹലോ. ഹലോ, ആരാണിത്? എന്റെ പേര് രഞ്ജിത. രഞ്ജിത എവിടുന്നാ വിളിക്കുന്നത്? വൈപ്പിൻ. എവിടുന്നാ? വൈപ്പിൻ, എറണാകുളം. മൈത്തി, എറണാകുളം. ഓക്കെ, രഞ്ജിത എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട് രഞ്ജിത? വീട്ടില് ഹസ്ബൻഡ്, 2 പിള്ളേര്, ഹസ്ബൻഡിന്റെ അമ്മ. ഓക്കെ, എല്ലാരും ഉണ്ടോ ഇപ്പൊ വീട്ടില്? ആ, ഉണ്ട്. എല്ലാരുമായിട്ട് ടി വി കാണുക അല്ലേ? ആരാ പറഞ്ഞു ഫോൺ ഒന്ന് ചെയ്തേക്കാൻ, സ്വർണ്ണവർഷത്തിൽ പങ്കെടുത്തേക്കാന്ന്? ആരാ? സ്വന്തമായിട്ട് കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. ആണോ? അപ്പൊ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ നിരന്തരം? ഫൈനലി കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ സ്വർണം കൂടെ കിട്ടട്ടെ. ഏതാണ് നമ്പർ? 32 ആണ് നമ്പർ അല്ലേ? അതെ, ഇവിടെ ഇരിപ്പുണ്ട്. 32 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. രഞ്ജിത, ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കോളർ ആണ്. ഫസ്റ്റ് കോളറിന് സ്വർണം കിട്ടുമോ? കമോൺ. അയ്യോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും വിളിക്കാം കേട്ടോ. ഇനിയും വിളിച്ചാലേ ആ ലക്ക് വരുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കോളറിന് കിട്ടിയില്ല. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാര്യം ഇത്രയും നമ്പേഴ്സ് ഇരിക്കല്ല, അതിലൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. ഹലോ, ഇതാരാണ്? ഹലോ. ഹലോ, അവിടെ ബഹളം സംസാരം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? എനിക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വിയിൽ നോക്കിയാണ് ചേട്ടൻ സംസാരിക്കുന്നത്. അപ്പൊ ഒരു ഡിലേ വരും. ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കും. ഓക്കെ ഓക്കെ. ചേട്ടാ, എവിടുന്നാ വിളിക്കുന്നേ? ആലപ്പുഴ ജില്ല. പേരെന്താണ്? പേര് മുരളീധരൻ. ആഹാ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? 2 മക്കളെ, ഭാര്യ. എല്ലാരുമായിട്ട് ടി വി കാണുവാണോ? മക്കളൊക്കെ എത്രാം ക്ലാസ്സിലാ? മോള് BSc നഴ്സിംഗ്. ആഹാ, പിന്നെ രണ്ടാമത്തെ മോള് ബികോമിന് പഠിക്കാണ്. 2 പെൺമക്കളാണ് അല്ലേ? ഓക്കെ. അപ്പൊ ആരാ പറഞ്ഞ ഇത്ര 3 സ്ത്രീജനങ്ങളും ഒരു പുരുഷനും ഉള്ള വീട്ടിൽ ആരാ പറഞ്ഞത് സ്വർണ്ണവർഷത്തിൽ പങ്കെടുക്കാന്ന്? മോള് തന്നെ അല്ലേ? ഓക്കെ, അപ്പൊ മോളായിരിക്കും നമ്പർ ചൂസ്. ഇളയ മോള് പറഞ്ഞു. അപ്പൊ നമ്പർ ചൂസ് ചെയ്തോ? നമ്പർ 22.
22 ആണല്ലോ. ഓക്കെ ഓക്കെ അതെ അതെ. ഓക്കെ 22 ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ദേ ഇവിടെ ഇരിപ്പുണ്ട്. മുരളി ചേട്ടന് സ്വർണമുണ്ടോ? അയ്യോ ഇല്ലല്ലോ ചേട്ടാ. ആ സാരമില്ല, ഇനിയും വിളിക്കണേ. ശരി ഓക്കെ ഷോർ. ഓക്കെ അപ്പൊ നമ്മുടെ മുരളി ചേട്ടന് കിട്ടിയിട്ടില്ല. സാരമില്ല, ഇനിയും ട്രൈ ചെയ്യാം. ഒരു ദിവസം എത്ര തവണ വേണേലും ട്രൈ ചെയ്യാം. എന്തായാലും അടുത്ത കൊള്ളലോട്ട് നമുക്ക് പോവാം. ഹലോ ഹായ്. ഹലോ ഹലോ പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജോയ്. ജോയ് എവിടെ നിന്ന് വിളിക്കുന്നു? ഫ്രം തൃശൂർ. തൃശൂർ. ഓക്കെ വീട്ടിലെല്ലാരും ഉണ്ടോ? ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും വൈഫും മാത്രമേ ഇപ്പൊ ഉള്ളൂ. ഇപ്പൊ ഉള്ളൂ. ഓക്കെ ഫുഡൊക്കെ റെഡി ആയോ? ഉച്ചക്ക് ലഞ്ച് കഴിക്കാനൊക്കെ തയ്യാറെടുപ്പായോ? ഓക്കെ ഏതാണ് നമ്പർ ചേട്ടാ? മൈ നമ്പർ ഈസ് 31. 31. ഓക്കെ 31 ഫസ്റ്റ് ഇരിപ്പുണ്ട്. 31 ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ നോക്കട്ടെ. അയ്യോ ഇല്ല കേട്ടോ. അയ്യോ സോറി ഇല്ല സാരമില്ല കേട്ടോ. ഇനിയും വിളിക്കണേ. ഓക്കെ ഓക്കെ ജോയ് ചേട്ടൻ മൊത്തത്തിൽ ജോയിലാണ് എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇനിയും വിളിക്കുമായിരിക്കും. സോ ഇനി നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ എന്തായാലും കിട്ടട്ടെ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹായ് പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? അൻസു. ഏ ഹലോ ആരാണിത്? അൻസു. അൻസു അൻസു. ഓക്കെ അൻസുന്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടിലമ്മ അനിയൻ. പഠിക്കുകയാണോ അൻസു? അല്ലല്ല ജോലിയായിരുന്നു. ജോലിയാണോ? എന്താണ് എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? നേഴ്സായിട്ട്. നേഴ്സായിട്ട്. ഓക്കെ ഓക്കെ അപ്പൊ ഇന്ന് അവധി അല്ലേ? അത് ഇന്ന് ഇനി നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ ജോലി ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരു ബ്രേക്ക് ആണ്. സ്റ്റോപ്പ് ചെയ്തിരിക്കും. ഓക്കെ 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 യെസ് ഏതാണ് നമ്പർ അൻസു? 36. 36. ഓക്കെ 36 ആണ് പറഞ്ഞിരിക്കുന്നത്. 36 ഗോൾഡ് ഉണ്ടോ നോക്കാം. അൻസൂന് ഗോൾഡ് ഉണ്ടോ? 36 ഉപ്സ് കിട്ടിയിട്ടില്ല. സാരമില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോ കിട്ടട്ടെ. ഇനിയും വിളിക്കണം. താങ്ക് യു. ഓക്കെ അപ്പൊ അൻസുവിന് സ്വർണം കിട്ടിയില്ല. സാരമില്ല, നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഗോൾഡ് കിട്ടും എന്ന് വിചാരിക്കാം അല്ലേ? കാര്യം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കുറച്ചും കൂടി ഈസി ആവുന്നത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ ഹായ് ഇതാരാണ്? മായ ആണോ ഇന്നത്തെ മായ? സ്വർണം കൊണ്ടുപോകാൻ പോകുന്ന മായ? മായ മൊത്തത്തിൽ മാജിക്കുമായിട്ടാണോ വന്നിരിക്കുന്നത്? ഹലോ ഒന്നും കേൾക്കുന്നില്ലേ? ആരോടാ ചോദിക്കുന്നത്? ഓക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മായ? അമ്മയും മക്കളും ഉണ്ട്. എവിടെയാ സ്ഥലം? ഇത് ചവറ തെക്കും ഭാഗം, കൊല്ലം ജില്ല. ഓക്കെ മക്കളൊക്കെ എത്രാം ക്ലാസ്സിലാ? ഒരാൾ 8ലും ഒരാൾ 5ലും. ഓക്കെ എല്ലാരും ഉണ്ടോ? ടി വി ഒക്കെ കണ്ടിരിക്കുകയാണോ? ഇല്ല, ട്യൂഷന് പോയി അല്ലേ? രണ്ടുപേരും ട്യൂഷന് വിട്ടു. ഇനി എപ്പോ വരും ട്യൂഷനൊക്കെ കഴിഞ്ഞ്? 1 മണി കഴിഞ്ഞു. 1 മണിക്ക് വരും അല്ലേ? ഓക്കെ അപ്പൊ ഏതാണ് നമ്പർ? 56. 56 ദേണ്ടിരിക്കുന്നു. 56ല് യെസ് ഗോൾഡ് ഉണ്ടോ മായക്ക്? മായ ആവട്ടെ ഇന്നത്തെ ആദ്യത്തെ മായ. സോ 56 സോറി ഇല്ല കേട്ടോ. ഓക്കെ സാരമില്ല. എന്തായാലും നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഇനിയും വിളിക്കണം കേട്ടോ. താങ്ക് യു ബൈ. എന്തായാലും നമ്മുടെ മായയ്ക്കും ഗോൾഡ് കിട്ടിയിട്ടില്ല. ഇനി ഗോൾഡ് കിട്ടാൻ പോകുന്ന അടുത്ത ആള് ആരാന്ന് നമുക്ക് നോക്കാം അല്ലേ? ഹലോ 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 യെസ് പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ജോത്സ്ന. ഓക്കെ എവിടുന്നാ വിളിക്കുന്നേ? എവിടെയാ? തൃശ്ശൂര്. എന്താ ചെയ്യുന്ന ജോത്സ്ന? ഹൗസ് വൈഫാണ്. ഞാൻ വെച്ചു കൊച്ചുകുട്ടിയാന്ന് സൗണ്ട് കേട്ടിട്ട്. ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാനും വയ്യ, കൊച്ചുകുട്ടിയെ പോലെയാ. ജോത്സ്ന വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മ, അച്ഛൻ, ഹസ്ബൻഡ്. ഇന്ന് എന്താ ഫുഡ് സ്പെഷ്യൽ? കഴിക്കാൻ പോണേ ഉള്ളൂ അല്ലേ? അപ്പൊ നോക്കിയില്ലല്ലേ? ഇല്ലില്ല. അമ്മയാണ് ഉണ്ടാക്കിയല്ലേ? അതെ. അതുകൊണ്ട് നോക്കേണ്ടി വന്നില്ല. അത് നന്നായി. എന്തായാലും ഏതാണ് നമ്പർ? 50. 50. ഓക്കെ യെസ് യെല്ലോ ബോക്സിൽ 50 ഇരിപ്പുണ്ട്. 50ല് ഗോൾഡ് ഉണ്ടോന്ന് നോക്കാം. ഓക്കെ ഇല്ലല്ലോ.
അയ്യോ സാരില്ല കേട്ടോ, ഇനിയും വിളിക്കണേ. ആ ഓക്കെ. ഓക്കെ, താങ്ക് യു. യെസ്, ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ്. ഓക്കെ, അപ്പോൾ യെസ്, അങ്ങനെ കിട്ടിയിട്ടില്ല സ്വർണ്ണം ഇതുവരെ ആർക്കും. എന്നാലും സാരമില്ല, നമുക്ക് നോക്കാം. ഇനി ഒരുപാട് സമയമുണ്ട്. ഇതേ വിളിച്ച ആൾക്കാർക്ക് തന്നെ വീണ്ടും വിളിക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന നമ്പർ അവർക്ക് അറിയാലോ, 8086014443 എന്ന നമ്പറിലോട്ടാണ് വാട്സപ്പിൽ അയക്കേണ്ടത്. ആ നമ്പറിലോട്ട് വിളിച്ച് കളയരുത്, ഫോൺ എടുക്കത്തേയില്ല. അപ്പോൾ വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, നിങ്ങൾ ഓൾറെഡി വിളിക്കുന്നുണ്ടാവും. സോ യെസ്, അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കുക സ്വർണ്ണവർഷത്തിലോട്ട്. നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ, ഹായ്. ഹലോ ഹായ്, ഇതാരാണ്? ഹലോ 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 ഹലോ, ഇതാരാണ്? നീനു ദാസ്. മീന ദാസ്. നീനു നീനു ദാസ്. എവിടുന്നാ വിളിക്കുന്നത് നീനു? കൊല്ലം ജില്ലയില്. കൊല്ലം ജില്ലയിൽ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡ്, മോന്, അച്ഛൻ, അമ്മ ഉണ്ട്. നീനു എന്താ ചെയ്യുന്നേ? ഞാൻ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു, കൺസ്ട്രക്ഷൻ കമ്പനി വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മക്കളൊക്കെയോ? കുഞ്ഞ് മക്കളാണോ? ഇല്ല, മോന് 3 വയസ്സ്. മോന് 3 വയസ്സ്. ഒരാളേ ഉള്ളൂ അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അടുത്തുണ്ടോ? ഉണ്ട്. ബഹളമാണോ? ഓ അതെ. ഓക്കെ, അപ്പോൾ നീനു ഏത് നമ്പറാണ് എടുത്തേ? നമ്പർ 23. 23 അല്ലേ? ഓക്കെ, 23 ഗോൾഡ് ഉണ്ടോ നോക്കാവേ. 23-ൽ നീനുവിന് ഗോൾഡ് ഉണ്ടോ? നീനു, അയ്യോ ഇല്ലല്ലോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പൊ നെക്സ്റ്റ് ടൈം എന്തായാലും വിളിക്കണം. കൊറേ നാളെ വിളിച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ട് ആദ്യമായിട്ടാ കിട്ടുന്നത്. കണക്ട് ആവുന്നേ അല്ലേ? അപ്പൊ ഇനി ഇങ്ങോട്ട് വിളിച്ചു നോക്കും, കണക്ട് ആവും. ശരി, താങ്ക് യു. ഓക്കെ, അപ്പോൾ എനിക്ക് ഒന്നും കൂടെ പറയാനുള്ളത്, നിങ്ങൾക്ക് വിളിക്കുക മാത്രമല്ല വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വാട്സപ്പ് മെസ്സേജ് അയക്കാം നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ. പക്ഷെ ആ നമ്പറിലോട്ട് വിളിക്കരുത്. ആ നമ്പർ അറിയാലോ, 8086014443. വിളിക്കരുത്, വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഓക്കെ, സോ നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹായ്. ഹലോ പറഞ്ഞിട്ട് അതുവഴി പോയോ? ധാരാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. ധാരാണ്. ഞാൻ പാലക്കാട് ആലത്തൂരിൽ സൗമ്യ. സൗമ്യ ടിവിയിലോട്ട് ശ്രദ്ധിക്കരുത്. ടി വി അല്ല, നമ്മൾ ഫോണിൽ ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ. സൗമ്യ അല്ലേ? ഓക്കെ, സൗമ്യ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ ഹസ്ബൻഡ്, 2 മക്കള്. എന്താണ് ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ? ചിക്കൻ കറിയാണോ, ചിക്കൻ ഫ്രൈ ആണോ, ബിരിയാണി ആണോ? അല്ല, ചോറും ചിക്കൻ കറിയും. ഓക്കെ, അടിപൊളി. വൈകുന്നേരം എവിടെയെങ്കിലും പോകാനൊക്കെ പ്ലാൻ ഉണ്ടോ? സൺഡേ അല്ലേ? ഇല്ല, ഇപ്പൊ മഴ ഇതൊക്കെ ആയതുകൊണ്ട് എവിടേക്കും പോകണ്ട. അവിടെ നല്ല മഴയാണോ? ഓക്കെ, അപ്പൊ സാരമില്ല, മഴയാണെങ്കിൽ നമ്മൾ വീട്ടില് സുഖമായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? നമ്പർ 41 അല്ലേ? 41. യെസ്, 41-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഗോൾഡ് ഉണ്ടോ 41? നോക്കട്ടെ. ഇല്ല, അയ്യോ സോറി, സാരില്ല കേട്ടോ. ഇനിയും വിളിക്കണേ. പോയോ? ഇനിയും വിളിക്കണം കേട്ടോ. താങ്ക് യു, ബൈ. ഓക്കെ, കിട്ടിയില്ല എന്ന് പറഞ്ഞിങ്ങനെ അന്തം വിട്ട് മിണ്ടാതിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും സാരമില്ല, ഉറപ്പായിട്ട് നമ്മളൊരു ഭാഗ്യ പരീക്ഷണം കൂടിയാണ് നമ്മുടെ ഒരു സ്വർണ്ണവർഷം എന്ന് പറയുന്നത് അല്ലേ? വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു നമ്പർ സെലക്ട് ചെയ്യാന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ദേവിക. എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലത്തുനിന്ന്. ആഹാ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹലോ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ദേവികയുടെ? ഹസ്ബൻഡും ഒരു മോളും. ഓക്കെ, എന്താണ് ദേവിക വീട്ടിൽ വിളിക്കുന്നത്? എന്താ? ഹലോ, കേക്കുന്നില്ല അല്ലേ? അവിടെ ബഹളം വെക്കുന്നുണ്ടല്ലോ. മോളാണോ? ആണോ? എന്താണ് മോളുടെ പേര്? പീലി നക്ഷത്രം അല്ലേ? ഇനി മുന്നേ വിളിച്ചിട്ടുണ്ടല്ലേ? ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ട്. അതാണ് മോളുടെ പേര്. അന്നും പറഞ്ഞിരുന്നു, നല്ല പേരാന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ഏതാണ് നമ്പർ? 37. ഓക്കെ, കഴിഞ്ഞ തവണ ഗോൾഡ് കിട്ടിയായിരുന്നോ? കഴിഞ്ഞ തവണ കിട്ടിയില്ല, ഒരു 2-3 തവണ മുന്നേ വിളിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏതാണ് നമ്പർ? 37 അല്ലേ? 37-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, പീലി നക്ഷത്രക്ക് ഇത്തവണ ഗോൾഡ് ഉണ്ടോ?
അയ്യോ ഇല്ല കേട്ടോ. ആ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പൊ നെക്സ്റ്റ് ടൈം വിളിക്കണം. നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ആവാൻ വേണമെങ്കിൽ. ഓക്കെ, ആ ഓക്കെ ഓക്കെ. താങ്ക് യു, ബൈ. ഓക്കെ, എന്തായാലും നമ്മുടെ ആദ്യത്തെ ഭാഗ്യശാലി ഇതുവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. പെട്ടെന്ന് തന്നെ വിളിക്കാം കേട്ടോ. എന്തായാലും നമുക്ക് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, നമസ്കാരം. പോത്തിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? അതുല്യ. അതുല്യ. അതുല്യ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളം പനങ്ങാട്. എത്രാം ക്ലാസ്സിലാ? ഹലോ. അതുല്യ പഠിക്കുകയാണോ? അതെ, പഠിക്കാണ്. എത്രാം ക്ലാസ്സിലാ? ഞാൻ ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, 3rd ഇയർ അല്ലേ? ആ എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. സപ്ലൈ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ലല്ലേ? ഓക്കെ, അപ്പൊ പിന്നെ സീനില്ല. 3rd ഇയർ ആയല്ലോ. ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ സമയമായോ? ഇല്ല, അടുത്ത വർഷം. അടുത്ത വർഷം വരും. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഏതാണ് നമ്പർ? 18. 18. ഓക്കെ, 18ൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ ഗോൾഡ് ഉണ്ടോ അതുല്യക്ക്? അയ്യോ ഇല്ലല്ലോ. ആ ഓക്കെ. സാരില്ല കേട്ടോ, ഇനിയും വിളിക്കണേ. ആ ഓക്കെ, താങ്ക് യു. സോ നമ്മുടെ ഫസ്റ്റ് ഭാഗ്യശാലി ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. കമോൺ, ഈ ഇരിക്കുന്ന നമ്പേഴ്സിൽ ഏതാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മന്ത്രമൊക്കെ ചൊല്ലി അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ലക്കി നമ്പറൊക്കെ ചിന്തിച്ചിട്ട് പറയട്ടോ. എന്തായാലും അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹലോ. ഹലോ, ഇതാരാണ്? ആഗ്നേയ. ആഗ്നേയ. എവിടുന്നാ വിളിക്കുന്നേ? കോഴിക്കോട്. ഇനി മുന്നേ വിളിച്ചിട്ടുണ്ടല്ലേ ആഗ്നേയ? ഇല്ല, ഇല്ലേ? ആദ്യമായിട്ട് വിളിക്കുന്നേ. ആദ്യമായിട്ട് വിളിക്കുന്നേ. എത്രാം ക്ലാസ്സിലാ ആഗ്നേയ? 7th. ഓക്കെ, എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ? കുഴപ്പമില്ല. പുതിയ വർഷമൊക്കെ തുടങ്ങിയപ്പോ എങ്ങനെയുണ്ട് പഠിക്കാനുള്ള സബ്ജക്ട്സും ഒക്കെ? കുഴപ്പമില്ല, ടെസ്റ്റ് മാറി. 7th വന്നപ്പോ സബ്ജക്ട്സ് മാറുന്നത് 7th ഇപ്പോ ബയോളജി അങ്ങനെ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് സയൻസ് ഒക്കെ മാറുന്നത്? അല്ല, അത് 8th. അത് 8th അല്ലേ? ഓ, അതിലോട്ട് കടന്നില്ല. ശരിയാ. ഓക്കെ, അപ്പൊ എങ്ങനെ? അപ്പൊ നല്ല ബ്രില്യൻ സ്റ്റുഡന്റ് ആണോ ക്ലാസ്സിലെ? ഒന്നും മിണ്ടുന്നില്ല ആഗ്നേയ. അത് ടീച്ചറിനോട് ചോദിക്കണമെന്നല്ലേ? ഓക്കെ, ഏതാണ് നമ്പർ ആഗ്നേയ? 53. 53. Yes, 53ൽ ആഗ്നേയക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് തുറക്കാം. ആഗ്നേയക്ക് ഗോൾഡ് ഉണ്ടോ? 53 ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി അല്ലേ? ഹാപ്പി ആയോ ആഗ്നേയ? അയ്യോ, സന്തോഷം കാരണം ശബ്ദം പുറത്തു വരുന്നില്ല. ആഗ്നേയ കുട്ടി, എവിടെയാണ് സ്ഥലം? കൊളത്തറ. എവിടെയാ? കൊളത്തറ. ഏത് ജില്ലയാണ്? കോഴിക്കോട്. കോഴിക്കോട് ആഗ്നേയ കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്ന സ്വർണ്ണം. നമ്മുടെ ഫസ്റ്റ് വിന്നറാണ്. ഇത് ആർക്കാ കൊടുക്കാൻ പോകുന്ന ഗോൾഡ്? അച്ഛന്. അച്ഛനാണ് കൊടുക്കാൻ പോണേ. അമ്മയ്ക്ക് കൊടുക്കുന്നില്ല, അച്ഛനായിരിക്കും തൊട്ടടുത്ത്. എനിക്കെന്ന് പറഞ്ഞു കാണും അല്ലേ? അല്ല, രണ്ടാക്കും കൂടെ. എന്താ? രണ്ടാക്കും കൂടെ. ഇപ്പൊ ഒന്ന് മാറ്റി പറഞ്ഞു, അമ്മ അപ്പുറത്ത് വന്നു കാണും അല്ലേ? എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി. ഇനിയും വിളിക്കുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ നമുക്ക് കിട്ടി. എന്തായാലും ഫസ്റ്റ് വിന്നറിനെയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഒരു ക്ഷീണമാകാം അല്ലേ? നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.
പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, അപ്പോൾ തൊട്ട് മുന്നെയാണ് നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ നമുക്ക് കിട്ടിയത്. ആഗ്നേയ, കോഴിക്കോട് നിന്നുള്ള ആഗ്നേയക്കാണ് ആദ്യത്തെ ഗോൾഡ് കിട്ടിയത്. എന്തായാലും ഇനിയും ഒരുപാട് സ്വർണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ മേ ബി നെക്സ്റ്റ് വിന്നർ നിങ്ങളായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക, പങ്കെടുക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യത്തെ കോളറിലോട്ട് പോകാം. ഹലോ ഹലോ, ഇതാരാണ്? ഹലോ, ഹായ്, മിണ്ടാണ്ട് അവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ഇത് ആരാണ്? ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കണേ. എനിക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ടി വി ശ്രദ്ധിച്ചാ ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കോ. ആ ഹലോ, ഇതാരാണ്? കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. ഇതാരാണ്? ഹലോ ഹലോ, ഇതാരാണ്? ഞാൻ സൗപർണിക. സൗപർണിക, സൗപർണിക എത്രാം ക്ലാസ്സിലാ? ഞാൻ BCA. BCA പഠിക്കുകയാണ്. ഓക്കെ, അച്ഛൻ്റെ ഇത് ഫോൺ ഇങ്ങ് വാങ്ങിയല്ലേ? എന്തോ? അച്ഛനല്ലേ ആദ്യം സംസാരിച്ചിരുന്നേ? കേൾക്കുന്നില്ലായിരുന്നു. പേരെന്താണ് അച്ഛന്റെ? ചന്ദ്രൻ. ചന്ദ്രൻ. ഓക്കെ, അച്ഛനാണോ പറഞ്ഞേ വിളിക്കാൻ, അതോ സൗപർണികയാണോ? സൗപർണികയ്ക്കും അത്ര ക്ലിയർ ആകുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഏതാണ് നമ്പർ സൗപർണിക? നമ്പർ 70. 70. യെസ്, 70 ഉണ്ട്. അങ്ങ് അച്ഛനുണ്ട്. 78 ലാസ്റ്റ് ഇരിക്കുന്ന നമ്പറാണ്. നമുക്ക് നോക്കാം 70ൽ ഇനി ഗോൾഡ് ഉണ്ടോന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. നോക്കാണ്. സൗപർണികയുടെ 70ൽ ഗോൾഡ് ഇല്ലല്ലോ. സാരമില്ല, ഇനി വിളിക്കണേ. കുഴപ്പമില്ല, ചെറിയൊരു വിഷമമുണ്ട്, പക്ഷെ സാരമില്ല. ചെറിയൊരു ഭാഗ്യപരീക്ഷണമല്ലേ, അതും ഇന്നത്തെ ഈ മൊമെന്റിലെ ഭാഗ്യപരീക്ഷണമാണ്. അപ്പോൾ മേ ബി നെക്സ്റ്റ് മൊമെന്റിൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു എന്നിരിക്കും. അതുകൊണ്ട് തന്നെ വിളിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാം കേട്ടോ. 8086011443 എന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. പക്ഷേ വാട്സപ്പ് മെസ്സേജ് മാത്രമേ ആ നമ്പറിലോട്ട് അയക്കാവുള്ളൂ. ആ നമ്പറിൽ വിളിക്കരുത്, എടുക്കില്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോയാലോ. ഹലോ ഹലോ, ആരാണിത്? ചിത്ര. ചിത്ര. ചിത്ര, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ചിത്ര എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ചിത്ര ചേച്ചിയെ പോലെ പാട്ട് പാടുമോ അതോ ചിത്രം വരയ്ക്കുമോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇവിടെ വീട്ടിലുള്ളത് ഞാനും എൻ്റെ 2 മക്കളുണ്ട്. ആണോ? മക്കളൊക്കെ പഠിക്കുകയാണോ? അല്ല, വർക്ക് ചെയ്യാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഉണ്ടല്ലേ രണ്ടുപേരും? ഓക്കെ, ഏതാണ് നമ്പർ? 15. 15 ഗോൾഡ് ഉണ്ടോ നമുക്കറിയില്ല, നോക്കാം. സോ യെല്ലോ കളർ ബോക്സ് ആണ് 15ൽ ഗോൾഡ് ഉണ്ടോ? യെസ്, ലെറ്റ്സ് സീ. ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഇപ്പോഴാണ് ചേച്ചിയുടെ സൗണ്ടിൽ ഒരു എനർജി. 2 വർഷം കൊണ്ട് വിളിക്കുകയാണോ? അതാണ് ഒരു എനർജി ഇല്ലാതെ വിളിച്ചല്ലേ. തവണയും കൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഹാപ്പി ആയല്ലേ? അതെ. ഓക്കെ ചേച്ചി, എല്ലാരും ഹാപ്പി ആയോ? ചേച്ചി തന്നെയാണോ എപ്പോഴും വിളിക്കാറ്? കണക്ട് ആവാറുണ്ടോ വിളിക്കുമ്പോഴൊക്കെ? കണക്ട് ആവും. കണക്ട് ആയില്ല. സ്ഥലം എവിടെയാണ് ചേച്ചി? നേമം. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനിയും നിർത്തരുത്, വിളിക്കാട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ ചിത്ര ചേച്ചിയുടെ 2 ഇയേഴ്സിന്റെ എഫേർട്ട് എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ ഫസ്റ്റ് ടൈം തന്നെ വിളിച്ച് കിട്ടാറുള്ളവരുണ്ട്, രണ്ടാമത്തെ തവണ വിളിച്ച് കിട്ടുന്നവരുണ്ട്. എന്തായാലും ചേച്ചിക്ക് കുറച്ച് ലേറ്റ് ആയെങ്കിലും കിട്ടിയതില്ല, ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ചേച്ചി ട്രൈ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. നമുക്ക് അടുത്ത കോളിലോട്ട് പോയാലോ. ഹലോ ഹലോ, ആരാണിത്? ഹലോ, യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണിത്? കോഴിക്കോട്. ശരത്ത് ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അങ്ങനെ സംസാരിച്ച പോലെ തോന്നുന്നു. യെസ്, ഓക്കെ. അപ്പൊ ശരത്, വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ എല്ലാരും ഉണ്ടോ ഇപ്പൊ വീട്ടിൽ? സൺഡേ അല്ലേ, ലീവ് അല്ല, എല്ലാരും ഉണ്ട്. അതെ. ശരത് എന്താ ചെയ്യുന്നേ? ഞാൻ AC മെക്കാനിക്കാണ്. എന്തോ?
AC മെക്കാനിക്. ഓ യെസ് യെസ്, എനിക്ക് ഐ റിമെമ്പർ. അതെ, കഴിഞ്ഞ തവണ വിളിച്ചപ്പോഴും നമ്മൾ ഇത് സംസാരിച്ചത്. ഓക്കെ, ഏതാണ് നമ്പർ? നമ്പർ 69. കഴിഞ്ഞ അന്ന് പറഞ്ഞ നമ്പർ 69. സെയിം നമ്പർ അല്ലേ? ഈ 69 വിട്ടൊരു കളിയില്ല എന്നൊക്കെ. ഓക്കെ, 69 വിട്ടൊരു കളിയില്ല. യെസ്, നോക്കാം ഇത്തവണ ഗോൾഡ് ഉണ്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, 69. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഇല്ല, കുഴപ്പമില്ല. അടുത്ത ആഴ്ച വിളിക്കാം. അതെ, കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ ഈ 1969 എന്തോ സംഭവിച്ചു. എന്തായിരുന്നത്? ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. രൂപീകരിച്ച വർഷം എന്താ ഒരു പ്രത്യേകത ഉണ്ട് 69 നമ്പറിന്. എന്തായിരുന്നു പ്രത്യേക? അന്ന് പറഞ്ഞായിരുന്നു ഒരു പാരാമിലിറ്ററി ഫോഴ്സ് രൂപീകരിച്ച വർഷമാണുള്ളത് 1969. യെസ് യെസ് യെസ്. എന്തായാലും ഈ ശരത്ത് കാരണം ഞാൻ ഇനിയിപ്പോ അത് ഓർക്കും. ഏതെങ്കിലും ടെസ്റ്റ് വന്നാലും ഞാൻ എഴുതും എന്നൊക്കെ. രണ്ടുകൂടെ ആയിട്ട് പഠിപ്പിച്ചു തരായിരിക്കും. അടുത്ത പ്രാവശ്യം എന്തായാലും ഗോൾഡ് അടിക്കും. അടുത്ത തവണ എന്തായാലും ഗോൾഡ് അടിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ശില്പ, കാണാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് അടുത്ത കോളിലോട്ട് പോയാലോ? ഹലോ ഹലോ. യെസ്, പൊത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? സോഫിയ. എന്തോ? സോഫിയ. സോഫിയ. സോഫിയ, ഇങ്ങനെയാണ് എപ്പോഴും പേര് പറയുന്നത്. സോഫിയ സോഫിയ, അങ്ങനെ ഒരു പാട്ടുണ്ടോ? എന്തായാലും ഇരിക്കട്ടെ. സോഫിയ എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട് വടക്കഞ്ചേരി. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഭർത്താവും ഒരു മകനും മോളും. ആഹാ, മകനും മോളും ഒക്കെ എത്രാം ക്ലാസ്സിലാണ്? മോൻ 2ാം ക്ലാസ്സില്, മകള് ചെറുതാണ്. കുഞ്ഞാണോ? എത്രയായി? 2.5 വയസ്സായി. 2.5 വയസ്സായി. രണ്ടുപേരും കൂടെ എങ്ങനെ ഉണ്ട്? 2ാം ക്ലാസ്സുകാരനും 2.5 വയസ്സുകാരും കൂടെ? കൊഴപ്പില്ല. കുഴപ്പമില്ല. മൂത്ത ആൾക്ക് ദേഷ്യമൊക്കെ ഉണ്ടോ അനിയത്തിയോട്, അതോ സ്നേഹമാണോ? എപ്പോഴും അടികൂടലൊക്കെയാണ്. ആണോ? അമ്മയുടെ അറ്റൻഷൻ കിട്ടാത്തതിന്റെ വിഷമമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ യെസ്, ഏതാണ് നമ്പർ സോഫിയ? 48. ഓക്കെ, 48ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. സോ 48 നമുക്ക് ഓപ്പൺ ആക്കാം. അയ്യോ, ഇല്ലല്ലോ. സാരമില്ല, ഇനിയും വിളിക്കണേ? വിളിക്കാം. താങ്ക് യു, ബൈ. സോ സോഫിയക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. എന്തായാലും ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്ക് കൊടുക്കാൻ പറ്റി. ആഗ്നേയയ്ക്കും അതുപോലെ ചിത്ര ചേച്ചിക്കും കൊടുക്കാൻ പറ്റി. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹായ്. ഹലോ, പൊത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? രവീന്ദ്രൻ, പാലക്കാട് നിന്നാണ്. പാലക്കാട് നിന്ന് ആരാണ്? രവീന്ദ്രൻ. വീട്ടിലാരൊക്കെ ഉണ്ട് ചേട്ടാ? ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. ആഹാ, എല്ലാരും ടി വി ഒക്കെ ഇരുന്ന് കാണുകയാണോ ഒരുമിച്ച്? അതെ. സൺഡേ ആയിട്ട് ഇന്ന് എന്താ പരിപാടി? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇല്ല. ഓക്കെ, ചേട്ടന്റെ സംസാരം ഭയങ്കര ഫാസ്റ്റ് ആട്ടോ. അതെയാ? സ്പീഡ് സംസാരിക്കുന്ന ആള് അല്ലേ? എന്തായാലും നമ്പർ ഏതാണ്? 27. സോ 27 ഞാൻ ഓപ്പൺ ആക്കാൻ പോവാണ്. നമുക്ക് നോക്കാം ഗോൾഡ് ഉണ്ടോ. അയ്യോ, ഇല്ലല്ലോ. സോറി, ഇല്ല കേട്ടോ. ഇനിയും വിളിക്കണം. താങ്ക് യു. ഓക്കെ, അപ്പോൾ ചേട്ടന് സ്വർണം കിട്ടിയിട്ടില്ല. സാരമില്ല, ട്രൈ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഒരു ദിവസം 5ഉം 6ഉം തവണ വിളിച്ചിട്ട് 6ാമത് കിട്ടിയ ആൾ വരെ ഉണ്ട്. നമുക്ക് എന്താ പറയുക, പ്രീവിയസ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ യെസ്, അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ആരാണിത്? ധനലക്ഷ്മി. യെസ്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ഗോൾഡ് ഒക്കെ അടിച്ചിട്ടുള്ള ധനലക്ഷ്മി അല്ലേ? മോൾക്ക് സുഖമാണോ? കുഞ്ഞു മോള്? മോൾക്ക് സുഖമാണ്. അവള് ഇന്ന് സ്വർണ്ണവർഷത്തിന്റെ ആടിങ്ങനെ തുടങ്ങിയത്. അമ്മ സ്വർണ്ണവർഷം ഓടി വന്നു. അവളും ഭയങ്കര ഇതായല്ലേ, കണ്ടു ശീലം. ഇതിപ്പോ അവളെ എങ്ങനെ മനസ്സിലാക്കിയത് എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ എത്രയായി മോള്? 2.5 വയസ്സായി. 2.5 വയസ്സായല്ലേ? ഓക്കെ, സോ ഇന്ന് ഏതാണ് നമ്പർ? ഇന്ന് അവളൊരു നമ്പർ കറക്കി കുത്തി. പക്ഷെ തൊട്ടടുത്ത നമ്പറിൽ ഗോൾഡ് ഉണ്ടായിരുന്നു. മിക്കവാറും അവിടെ കാണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വേറെ നമ്പർ പറയാൻ വിചാരിച്ചു. ഓക്കെ, ഏതാണ്? 47. 47 അല്ലേ? 47. ഓക്കെ, 47 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സോ അയ്യോ, ഇല്ലല്ലോ. ഇല്ല കേട്ടോ, സാറില്ല. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, യെസ്. അപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് കിട്ടിയിട്ടുള്ളൂ.
കമോൺ കമോൺ പെട്ടെന്ന് വിളിക്കൂ, കാര്യം ഇനിയും ഒരുപാട് സ്വർണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലും അയക്കാം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. വാട്സപ്പിൽ അയക്കേണ്ടത് 8086011443 എന്ന നമ്പറിലോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ, പേര്, സ്ഥലം, ഇത്രയും കാര്യങ്ങൾ അയക്കണം. ഒറ്റത്തവണ മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്നത് നമ്മുടെ 12:45 വരെ മാത്രമാണ്. നമ്മുടെ സ്വർണ്ണവർഷം തീരുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ വരെ മാത്രമേ വാട്സപ്പിൽ സമയമുള്ളൂ. അതിനുശേഷം വാട്സപ്പിൽ അയച്ചാൽ അതൊന്നും സ്വീകരിക്കില്ല. സോ യെസ്, ഫസ്റ്റ് അയക്കുന്നതിനനുസരിച്ചാണ് പ്രിഫറൻസ് ഉള്ളതും. ഓക്കെ, എന്തായാലും വിളിക്കേണ്ടത് ഈ നമ്പറിലോട്ടല്ല, വേറെ നമ്പറിലോട്ടാണ്. അപ്പോൾ അതിൽ വിളിച്ച് കളയരുത്. സോ നമുക്ക് അടുത്ത കോളിലോട്ട് പോയാലോ? ഹലോ, ഹായ്. ഹായ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഗായത്രി. ഗായത്രി എവിടുന്നാ വിളിക്കുന്നത്? ആലപ്പുഴ. ആലപ്പുഴ. എത്രാം ക്ലാസ്സിലാ ഗായത്രി? 8ാം ക്ലാസ്സില്. പാട്ട് പാടോ ഗായത്രി? ഇല്ല. ഇല്ലേ? പിന്നെ എന്താ ഗായത്രി ഡാൻസർ ആണോ? ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടാണ്. എന്താണ് മെയിൻ ആയിട്ട് ഇഷ്ടമുള്ള കാര്യം ഗായത്രിക്ക്? പടം വരയ്ക്കാൻ ഇഷ്ടമുണ്ട്, ഡാൻസ് കളിക്കാൻ ഇഷ്ടമുണ്ട്. ഇതൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? 8th നല്ലപോലൊക്കെ പോകുന്നു. നല്ലപോലൊക്കെ പോകുന്നു. പഠിക്കാറൊക്കെ ഉണ്ടോ വീട്ടിൽ വന്ന്? ഉണ്ട്. ഉണ്ട്, ചെറുതായിട്ടൊക്കെ. സൺഡേ ആയിട്ട് പഠിക്കണ്ട അല്ലേ ഇന്ന്? റെസ്റ്റ് ആണോ? ഹലോ, പഠിത്തത്തിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോ ഗായത്രി ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, വിട്ടയക്കാം. ഏതാണ് നമ്പർ? 67. 67. ഓക്കെ, 67ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 67 ഗായത്രിക്ക് ഗോൾഡ് ഉണ്ടോ? 67, കമോൺ ടെൽ മീ. ഇല്ല, ഉപ്സ് എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, അതിനകത്ത് ഗോൾഡ് ഇല്ല കേട്ടോ. ഗായത്രി, ഹലോ. ഹലോ, ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല, ഇനിയും വിളിക്കണേ ഗായത്രി. ഓക്കെ, ബൈ. സോ ഗായത്രി സാഡായെന്നാണ് തോന്നുന്നത് കിട്ടാത്തതിൽ. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും നമ്മുടെ സ്പിരിറ്റ് പോകരുത്. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങ് എടുക്കണം. അത്ര ഈസി ആയിട്ടുള്ള ഗെയിമാണ്. നമ്മുടെ ആ ഒരു മൊമെന്റിൽ ലക്കാണ്. വീണ്ടും വീണ്ടും വിളിക്കുക. ഓക്കെ, അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ശ്രീഭദ്ര. ശ്രീഭദ്ര. യെസ്, ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടല്ലേ ശ്രീഭദ്ര? ഇല്ല, ആദ്യമായിട്ടാണോ? എത്രാം ക്ലാസ്സിലാ ശ്രീഭദ്ര? 9th. ഓക്കെ, എങ്ങനെ പോകുന്നു പഠനം? കുഴപ്പമില്ല. അമ്മയുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് പതുക്കെ ഒളിച്ചിരുന്ന് സ്വർണ്ണവർഷത്തിലൊക്കെ വിളിക്കുന്നത്. അതിനിടെ ഇവിടെ വിളിച്ചപ്പോഴും പഠിത്തത്തെ പറ്റി ചോദിക്കുന്നത്, അതല്ലേ വിചാരിച്ചേ? അല്ലേ? ഓക്കെ, അമ്മയുണ്ടോ? TV കാണുന്നുണ്ടോ അമ്മയും? ഓക്കെ, ഏതാണ് നമ്പർ ശ്രീഭദ്ര? 29. 29 ഗോൾഡ് ഉണ്ടോ? നമുക്ക് നോക്കാം. സോ 29ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. സാരില്ല കേട്ടോ, നീ വിളിക്കണം, പങ്കെടുക്കണം. ഓക്കെ, താങ്ക് യു, ബൈ. ശ്രീഭദ്രയ്ക്കും കിട്ടിയിട്ടില്ല. അപ്പം ഇതുവരെ നമുക്ക് 2 പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കമോൺ, കാര്യം ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അതിൽ എവിടേക്കൊക്കെ ആയിട്ട് സ്വർണ്ണമുണ്ട്. നിങ്ങൾ അത് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാത്തത് കൊണ്ടാണ് ബാക്കി നമുക്ക് കൊടുക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒക്കെ ഒരു നമ്പർ ഉണ്ടാവും. അത് ഉറപ്പായിട്ടും വിളിച്ച് എന്നോട് പറയാം. ഓക്കെ, ഏതാണ് നമ്പർ എന്ന് പറയാം. സോ അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹലോ, ആരാണിത്? പുഷ്പകുമാരി. കൃഷ്ണകുമാരി അല്ലേ? കൃഷ്ണ അല്ല, പുഷ്പകുമാരി. കൃഷ്ണ അല്ല, പുഷ്പകുമാരി. ഓക്കെ, അതെ. എവിടുന്നാ വിളിക്കുന്നേ? കണിയാപുരം. വീട്ടിലാരൊക്കെ ഉള്ളത്? ഞാനും മകളും. പുഷ്പകുമാരി എന്ന് പറയുമ്പോ വീട്ടിലെന്താ വിളിക്കുന്നേ? പുഷ്പ. ഓക്കെ. സോ ഏതാണ് നമ്പർ ചേച്ചി? 57 അല്ലേ? 57 അല്ലേ? ഓക്കെ, 57ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ. അയ്യോ, ഇല്ലല്ലോ. സാരില്ല കേട്ടോ, ഇനിയും വിളിക്കണേ. താങ്ക് യു, ബൈ. സോ സാരമില്ല, 57ൽ നമുക്ക് ഗോൾഡ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയോ നമ്പേഴ്സിൽ ഗോൾഡ് ഉണ്ട്, സ്വർണ്ണമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്താണ്? ഒന്നുകൂടെ പറയോ? കേട്ടില്ല. പേര് പറയുമ്പോ മാത്രം കേൾക്കുന്നില്ല. ഏ,
മിനി മിനി ആ മിനിയുടെ ഈ മാത്രമേ കേട്ടുള്ളൂ ഞാൻ ഇത്രയും തവണ. ഓക്കെ, ഏതാണ് നമ്പർ? 66. 66 അല്ലേ? ഓക്കെ, 66ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എവിടുന്നാ ചേച്ചി വിളിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നേ? സ്ഥലം? കുന്നംകുളം. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? ഓക്കെ, ചേച്ചിയുടെ ഫോണിന് എന്തൊക്കെയോ ഒരു ചെറിയൊരു സീനുണ്ട്, റേഞ്ചിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. 66 ആണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. മിനി ചേച്ചിക്ക് ഇന്ന് മിനി സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കട്ടെ. 66 ഓപ്പൺ ആക്കുമ്പോൾ ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അയ്യോ അടിപൊളി. അതെ, എന്താണ് പറയാൻ വന്നത്? എന്തോ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച എനിക്ക് ഗോൾഡ് കിട്ടിയായിരുന്നോ? എനിക്ക് വയ്യ, ഈ മാസം തന്നെ ഭാഗ്യത്തോട് ഭാഗ്യം മിനി ചേച്ചിക്ക്. ആ ഗോൾഡ് കിട്ടിയത് എന്തോ ഇന്നലെ ആ ഗോൾഡ് കയ്യിൽ കിട്ടി. ഓ, ഇനിയിപ്പോ അടുത്ത ഗോൾഡ് ഒരാഴ്ചക്കാവും അടുത്ത ഗോൾഡ് കിട്ടുന്നത്. എനിക്ക് വയ്യ, വേറെ ലെവൽ. അടിപൊളി അടിപൊളി. ചേച്ചിയിലേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു, ചേച്ചിയുടെ ആ ഒരു ഹാപ്പിനെസ് കണ്ടിട്ട്. ഇനിയും വിളിക്കാം കേട്ടോ, ഇനിയും സ്വർണ്ണം നേടുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടിപൊളി. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ ചിലപ്പോൾ മിനി ചേച്ചിക്ക് ലക്കിന്റെ ഒരു വർഷമായിരിക്കും. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. അപ്പൊ ഇതുപോലെ ലക്കുള്ള ആരൊക്കെയോ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ്, വിളിക്കുന്നില്ല. മിനി ചേച്ചി, ബി ലൈക്ക് മിനി ചേച്ചി. വീണ്ടും വീണ്ടും വിളിക്കും, സ്വർണ്ണം നേടും. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്, ആരാണ്? എന്തോ പ്രീത എവിടെന്നാ വിളിക്കുന്നേ? നെയ്യാറ്റിൻകരയെന്നാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട് പ്രീത? വീട്ടില് ഞാനുണ്ട്, ഭർത്താവുണ്ട്, 2 മക്കളും. ആഹാ, ഇന്ന് എന്താണ് പരിപാടി? ഞായറാഴ്ച ആയിട്ട് റെസ്റ്റ് ആണോ? അങ്ങനെയല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യേ. വൈകുന്നേരം ഒക്കെ ആകുമ്പോ എവിടെങ്കിലും ഒക്കെ പോകാൻ പ്ലാൻ ചെയ്യും. ഓക്കെ, അങ്ങനെയൊന്നും പോവാറില്ല. അങ്ങനെ പോവാറില്ല അല്ലേ? നമ്മളത് പറഞ്ഞ് സെറ്റ് ആക്കി അങ്ങ് പോണം. ഓക്കെ, എന്തായാലും ഇന്ന് സ്വർണം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പോണം. ഓക്കെ, അതെ. ഓക്കെ, ഏതാണ് നമ്പർ? നമ്പർ 21. 21 അല്ലേ? 21 ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. 21ൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ. 21ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഇതിപ്പോ ബാക്ക് ടു ബാക്ക് ഗോൾഡ് അടിച്ചിരിക്കുകയാണല്ലോ. ചേച്ചിയുടെ പേരെന്തായിരുന്നു? ഒന്നും കൂടെ പറയോ. എന്തോ ഇന്നത്തെ ഡേറ്റ് അല്ലേ? സത്യം, ഡേറ്റിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രീത ചേച്ചി ഫസ്റ്റ് ടൈം ആണോ വിളിക്കുന്നേ? ഇല്ല, ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഫസ്റ്റ് ടൈം ആണോ ഗോൾഡ് കിട്ടുന്നത്? ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ട്? നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളവരാണ് വീണ്ടും വീണ്ടും കിട്ടുന്നത്. അടിപൊളി അടിപൊളി ചേച്ചി. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ വൈകുന്നേരം കറങ്ങാൻ പോവോ? അല്ല, പോയേ പറ്റുള്ളൂ. എന്തോ വീട്ടിലിരിക്കുന്നതാ ഇഷ്ടം, പോവാറില്ല അല്ലേ? ഓ, സാരില്ല. അപ്പൊ ഹാപ്പി ആയിട്ടിരുന്നാ മതി. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും വിളിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, ചേച്ചിക്ക് വീട്ടിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം അല്ലെ? ചില ആൾക്കാർ അങ്ങനെയാണ്. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഇതാരാ? നന്ദിത എത്രാം ക്ലാസ്സിലാ? 4th. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത് നന്ദിത? തിരുവനന്തപുരത്ത് എവിടെയാ? മുട്ടട. ഓക്കെ, ടിവിയിൽ ശ്രദ്ധിക്കില്ലേ നന്ദിത? നന്ദിത കുട്ടി ഫോണിൽ തന്നെ ശ്രദ്ധിക്കണം. വീട്ടിൽ ആരൊക്കെയുണ്ട്? സിബ്ലിങ്സ് ഉണ്ടോ? അനിയനോ? അമ്മൂമ്മ, അച്ഛൻ. ഓക്കെ, നന്ദിത ഇന്ന് ഞായറാഴ്ച ആയിട്ട് സ്കൂളിൽ പോകണ്ടല്ലേ? യെസ്. നന്ദിത ക്ലാസ്സിലെ സ്മാർട്ട് ഗേൾ ആണോ? ടീച്ചറിന്റെ അടുത്ത് ചോദിക്കണം അല്ലേ? ക്ലാസ് ലീഡർ ആണോ നന്ദിത? ഇപ്പൊ അല്ല.
ഇപ്പൊ റിട്ടയർമെന്റ് ആണല്ലേ ക്ലാസ് ലീഡറിൽ നിന്ന്. ഓക്കെ, സാരമില്ല. പാട്ട് പാടുവോ നന്ദിത? ഇല്ല. അതെന്താ? പിന്നെ എന്താ നന്ദിതയ്ക്ക് ഏറ്റവും ഇഷ്ടം? ഡാൻസ് കളിക്കും, പടം വരയ്ക്കും അല്ലേ? പിന്നെ ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ നന്ദിത ഏത് നമ്പർ സെലക്ട് ചെയ്തേ? 28 ആണോ? 28 അല്ലേ പറഞ്ഞേ? യെസ്, ലെറ്റ് മീ സീ. ഓക്കെ, നന്ദിതയ്ക്ക് ഗോൾഡ് ഉണ്ടോ 28-ൽ? ഹോം ക്രീം ഉണ്ടാവട്ടെ, നോക്കട്ടെ. ഇല്ലല്ലോ നന്ദിത. സാരമില്ല കേട്ടോ, സാരമില്ല സാരമില്ല. ഇനിയും വിളിക്കണേ. താങ്ക് യു, ബൈ. ക്യൂട്ട് അല്ലേ സംസാരിക്കുന്നത്? ക്യൂട്ട് വോയിസ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള കോളേഴ്സ് ഇനി പോരട്ടെ. ഹലോ ഹായ്. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. ആരാണ്? എന്തോ കേക്കുന്നുണ്ട്. ഇതാരാണ്? ഇത് എന്റെ പേര് രാഗം, ആലുവ പറവൂർ. യാദവ്. അതെ. ഓക്കെ, എന്താ ചെയ്യുന്ന യാദവ്? രാഗം രാഗം രാഗം, നല്ല പേര് കേട്ടോ. താങ്ക് യു. ഓക്കെ, എന്താ ചെയ്യുന്ന രാഗം? ഞാൻ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ വർക്ക് ചെയ്യാണ് അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, ഹസ്ബൻഡ്, കുട്ടി. രാഗം എന്ന പേരായുണ്ടോ? പാട്ട് പാടുവോ? ഇല്ല, പാടില്ല. ഓക്കെ, കുട്ടിയുടെ പേരെന്താണ്? ഗൗരി. എന്തോ? ഗൗരി 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 ഗൗരി. ഓക്കെ ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ രാഗം? 45. 45. യെസ്, 45-ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. രാഗം. ഓക്കെ, യെസ്, 45. നെഹി സ്വർണ്ണം ഇല്ല കേട്ടോ. സാരമില്ല, ഇനിയും വിളിക്കണം. താങ്ക് യു. ഓക്കെ, ബൈ. സോ എന്തായാലും നമുക്ക് ചെറിയൊരു ബ്രേക്ക് ആവാം അല്ലേ? അപ്പോൾ നമ്മുടെ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. യെസ്, അപ്പോൾ നമുക്ക് ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ഗോൾഡ് കൊടുക്കാൻ പറ്റും. ഓൾറെഡി 4 വിന്നേഴ്സ് ആയി കഴിഞ്ഞു. ഇനിയും ഗോൾഡ് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗോൾഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിൻ ചെയ്യും വിളിച്ചു കഴിഞ്ഞാൽ. ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് വിളിക്കുക. എന്നോടൊപ്പം തന്നെ വാട്സപ്പിലും അയക്കാം. വാട്സപ്പിൽ 11:45 വരെ, 11 അല്ല 12:45 വരെ മാത്രമേ നിങ്ങൾക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും യെസ്, അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. യെസ്, ഹലോ, ഇതാരാണ്? എന്റെ പേര് ഗൗരി. ഗൗരി നേരത്തെ വിളിച്ചല്ല? അല്ല, ഗൗരി ഇന്ന് വിളിച്ചില്ല, ആദ്യമായിട്ടാണ്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത് ഗൗരി? ഞങ്ങള് നെയ്യാറ്റിൻകര. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? അമ്മ, അനിയൻ, അമ്മൂമ്മയുണ്ട്, കസിൻ സിസ്റ്റർ ഇപ്പൊ ഉണ്ട്. കസിൻ സിസ്റ്റർ വീട്ടിലുണ്ട്. അച്ഛൻ ദുബായിലാണ്. എന്താ ചെയ്യുന്നത് ഗൗരി? എത്ര ക്ലാസ്സിലാ? ഞാനിപ്പോ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. അനിയനോ? അവനിപ്പോ സ്റ്റുഡന്റ് ആണ്. കോളേജാണ്? കോളേജിലാണ്. ഓക്കെ, യെസ്, ഇന്ന് ഏതാണ് നമ്പർ? 51. 51. ഓക്കെ, 51-ൽ ഏത് സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 51-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഗൗരിക്ക് ഉണ്ടോ എന്ന് നോക്കാം. സോ ഇവിടെ തന്നെ ഉണ്ട് 51. ഓപ്പൺ ചെയ്യട്ടെ. അയ്യോ, ഇല്ലല്ലോ. സാരമില്ല, ഇനിയും വിളിക്കാട്ടോ. ഓക്കെ. താങ്ക് യു, ബൈ. Okay, have a nice day. Bye. Have a nice day.
ഓക്കെ, അപ്പോൾ ഇതുപോലെ സ്വർണം കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വീണ്ടും വീണ്ടും വിളിക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ വാട്സപ്പിലെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമുക്ക് അത്ര നേരം മാത്രമേ ഉള്ളൂ. ഇനി അതിൽ നിന്ന് സോർട്ട് ചെയ്യണം ആരാണ് വിന്നർ എന്നൊക്കെ. അപ്പോൾ ആ ഒരു ടൈം ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞു എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് വിളിക്കാം, വിളിച്ചിനിയും പങ്കെടുക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കുക, പങ്കെടുക്കുക, സ്വർണം നേടുക. ഇതിന് മുന്നേ വിളിച്ചവരാണെന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും എത്ര തവണ വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത കോളിലോട്ട് പോയാലോ? ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? അസ്മ. അസ്മ. അസ്മ, യെസ്. അസ്മ ഗോൾഡ് ഒക്കെ വാങ്ങാറുണ്ടോ? ഇല്ല. ഇല്ല, വാങ്ങാറില്ല. ഇഷ്ടമാണ് ഗോൾഡ് അല്ലേ? പക്ഷേ ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ആരുമില്ല, ഞാനും ആങ്ങളെ നാത്തൂനുള്ളൂ. നാത്തൂനേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അസ്മ തന്നെയാണോ നാത്തൂനാണോ പറഞ്ഞേ വിളിക്കാൻ, അതോ അസ്മ തന്നെ വിളിക്കാന്ന് തീരുമാനിച്ചാണോ? ഞാൻ തന്നെ വിളിക്കണത്. ആഹാ, ഏതാണ് നമ്പർ? 35. 35 അല്ലേ? 35 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. അസ്മയ്ക്ക് ഗോൾഡ് ഉണ്ടോ? 35. അയ്യോ, ഇല്ല കേട്ടോ, സ്വർണ്ണം ഇല്ല കേട്ടോ. സാരമില്ല, ഇനിയും വിളിക്കണം. താങ്ക് യു. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് നമുക്ക് പോയാലോ? ഹലോ. ഹലോ, യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഞാൻ സജയ്. സജി. ആ, സജി. ഓ, സജയ്. സജയ്. ആ, സജയ് എന്നല്ലേ പേര്? അതെ അതെ അതെ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് സജയ്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലത്തുനിന്നാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ. അച്ഛൻ, അമ്മ, ചേട്ടൻ. എന്താ ചെയ്യുന്ന സജയ്? ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇന്ന് അവധിയാ അല്ലേ? അതെ അതെ. ഇന്ന് എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ നിൽക്കുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്യാനൊന്നും ഇറങ്ങുന്നില്ല വൈകുന്നേരം? വൈകിട്ട് ഇറങ്ങണം. ഇറങ്ങണം. ഓക്കെ, ഏതാണ് നമ്പർ? നമ്പർ 58. 58. യെസ്, 58. 58ൽ സജയ്ക്ക് ഗോൾഡ് ഉണ്ടോ നോക്കാം. ബ്രദറിന്റെ പേരെന്താണ്? വിജയ് എന്നാണ്? ലാൽകൃഷ്ണ. ലാൽകൃഷ്ണ. ഓക്കെ ഓക്കെ, 58 അല്ലേ പറഞ്ഞ നമ്പർ? തുറക്കാണേ. ഓക്കെ, യെസ്. അയ്യോ, ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, സാരമില്ല കേട്ടോ, ഇനിയും വിളിക്കണേ. ഓക്കെ ഓക്കെ, താങ്ക് യു, ബൈ. ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ സജയ്ക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ വിഷമിക്കേണ്ട, ഇനിയും വിളിക്കാം. ഇനിയും സമയമുണ്ട്, സമയം കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇനിയും വിളിക്കാം. സോ അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹായ്. ഹലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഹായ്. ഹലോ. ഹലോ, സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഇത് രാജ്മോഹൻ, പാലക്കാട്. ഓക്കെ, പാലക്കാട് നിന്നല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട് രാജ്മോഹൻ? ഞാനും അച്ഛൻ, അമ്മ. അമ്മ. ഓക്കെ, എന്താ ചെയ്യുന്ന രാജ്മോഹൻ? ഞാൻ വർക്ക് ചെയ്യുന്നു, കൺസ്ട്രക്ഷൻ വർക്കാണ്. കൺസ്ട്രക്ഷൻ വർക്കാണ്. ഓക്കെ, അപ്പൊ ഇന്ന് അവധിയാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്താണ് ഇന്ന് പരിപാടി? ഒന്നുമില്ല, ഫ്രീ ആണ്. ഫ്രീ ആയിട്ടിരിക്കുകയാണ്, ചില്ലായിട്ട് ടി വി കണ്ടോണ്ടിരിക്കുകയാണ്. ഈ അവധി ദിവസമൊക്കെ വരുമ്പോ മഴയാണല്ലേ? മഴ ഇപ്പില്ല, മഴക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? 34. യെസ്, 34ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, രാജ്മോഹന് ഗോൾഡ് ഉണ്ടോ? 34. കമോൺ. അയ്യോ, ഇല്ലല്ലോ. സാരമില്ല, ഇനി വിളിക്കണേ. ഓക്കെ, താങ്ക് യു. സോ രാജ്മോഹനും ഗോൾഡ് കിട്ടിയിട്ടില്ല, സാരമില്ല, ഇനിയും വിളിക്കാം. നമുക്ക് സമയമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും വിളിക്കാം, വിളിച്ചുകൊണ്ടേയിരിക്കാം. എത്ര തവണ വിളിച്ചാലും ഞങ്ങൾ എടുക്കും. നിങ്ങൾക്ക് സ്വർണ്ണം ഉണ്ട്, നിങ്ങൾ പറയുന്ന നമ്പറിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ തരും എന്നുള്ളതാണ്. ഒരു എപ്പിസോഡിൽ തന്നെ വീണ്ടും വീണ്ടും വിളിക്കാം. അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹലോ, ഹായ്, ഇതാരാണ്? ബേബി സരോജം. ദേവിക. ബേബി സരോജം. ഓക്കെ, ബേബി സരോജം എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലം പരവൂര്. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ ചേച്ചി? കുറയ്ക്കാം. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ഹസ്ബൻഡും മോളും. മോളുടെ പേരെന്താ? 3 പേരുണ്ട്. 3 പേരുണ്ട്. 3 പെൺമക്കളാണോ? മോളുടെ പേര് 3 മക്കളാണോ? 2 മക്കള്. 2 മക്കള്. ഓക്കെ, ഞാൻ. മക്കളുടെ പേരെന്തൊക്കെയാണ്? മക്കളെ പേര് ആഷ്ന. ഓക്കെ, ആൻസി ആഷ്ന അല്ലേ? ഓക്കെ, ഏതാണ് പേര് ശാന്തകുമാർ. ഓക്കെ,
എല്ലാവരുടെ പേരും പറഞ്ഞു. ഓക്കെ, എത്രയാണ് നമ്പർ ചേച്ചി? 11 11 അല്ലേ? 11 ഇതുവരെ ആരും പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കായിരുന്നു. ഫസ്റ്റ് ഇരിക്കുന്ന നമ്പർ അല്ലേ? ഓക്കെ, 11 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഇല്ലല്ലോ. ഓ ഇല്ല, സാരമില്ല കേട്ടോ. ഹലോ, ഇനിയും വിളിക്കാം. ഇനിയും വിളിക്കണം. താങ്ക് യു ചേച്ചി. ഓക്കെ, ബൈ. ഇങ്ങോട്ട് തന്നെ ഇനി ഞാൻ വിളിക്കാം എന്ന് പറയുന്നതിലാണ് കാര്യം. അപ്പോൾ നമുക്ക് ഒരു തവണ കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇനിയും വിളിക്കുക, പങ്കെടുക്കുക, സ്വർണം നേടുക. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സുനിൽ കുമാർ. എവിടെന്നാ വിളിക്കുന്നേ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് മോനും പെണ്ണുമ്പിള്ളയും അമ്മമ്മ എല്ലാം ഉണ്ട്. പെണ്ണുമ്പിള്ള ഉണ്ടല്ലേ? ഓക്കെ. എന്താണ് ഇന്ന് ഞായറാഴ്ച ആയിട്ട് പ്ലാൻ? പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഇരിക്കുക. അപ്പഴാ വിളിച്ചത്. വെറുതെ ഇരിക്കുകയാണ്. അവിടെ മഴയൊക്കെ ഉണ്ടോ? ഹലോ, കേക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഞായറാഴ്ച ആയിട്ട് ഉറക്കത്തിലാണോ? അല്ല. ഏതാണ് നമ്പർ? 64. 64 അല്ലേ? ഓക്കെ, 64 ഗോൾഡ് ഉണ്ടോ നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇല്ല കേട്ടോ, സാരമില്ല, ഇനിയും വിളിക്കണം. താങ്ക് യു. ഓക്കെ, 64 ഗോൾഡ് ഇല്ലായിരുന്നു. എന്തായാലും ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പേർക്ക് സ്വർണം കൊടുക്കാൻ സാധിച്ചു. പക്ഷേ ഇനിയും എന്താ പറയുക, ഗോൾഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. 4 പേർക്ക് നമുക്ക് ഗോൾഡ് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ വാട്സപ്പ് വിന്നേഴ്സും അല്ലേ, വാട്സപ്പ് വിന്നറിനെയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ആരാണിത്? ഞാൻ സൗപർണിക. എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലം 5. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, ചേട്ടൻ. എത്രാം ക്ലാസ്സിലാ സൗപർണിക? ഞാൻ BCA നേരത്തെ വിളിച്ചായിരുന്നു. ഓ, ഇന്ന് നേരത്തെ വിളിച്ച ആളല്ലേ? ഓക്കെ സൗപർണിക. ഓക്കെ, ഏതാണ് നമ്പർ? 25. 25 ദിസ് ടൈം ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 25 ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ സൗപർണികയ്ക്ക്. സോ യെസ്, 25. ഇല്ലല്ലോ. അയ്യോ, എന്തോ? കുഴപ്പമില്ല, വിഷമില്ലല്ലോ. ഇല്ല. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇത് നമ്മുടെ ലാസ്റ്റ് കോളർ ആയിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്സപ്പ് വിന്നേഴ്സിനെയാണ് അല്ലേ? വാട്സപ്പിൽ കുറേ പേര് അയച്ചിട്ടുണ്ട്. അതിൽ ആരാണ് വിന്നർ ആയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ വിന്നർ ട്രിവാൻഡ്രത്ത് നിന്നുള്ള ധനലക്ഷ്മിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും ധനലക്ഷ്മി പറഞ്ഞിരിക്കുന്ന നമ്പർ നമുക്കൊന്ന് നോക്കാം. 46 ആണ് പറഞ്ഞിരിക്കുന്നത്. 46 ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കി കൺഫേം ചെയ്യണ്ടേ? യെസ്, 46 തുറന്ന് നോക്കുകയാണ്. ഗോൾഡ് ഉണ്ട് കണ്ടോ? കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നമുക്ക് യെസ്, നേരത്തെ വിളിച്ച ആൾ കൂടിയാണ് ധനലക്ഷ്മി. എനിക്കൊന്ന് 47 ആണ് ധനലക്ഷ്മി വിളിച്ചിട്ട് പറഞ്ഞത്. എന്തായാലും യെസ്, അപ്പോൾ ഈ ഒരു വാട്സപ്പ് വിന്നർ മാത്രമേ നമുക്ക് ഇന്നത്തെ ദിവസം ഉള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും, വിളിച്ച എല്ലാവർക്കും. ഇനിയും നിങ്ങൾ പങ്കെടുക്കുക, വിജയിക്കുക, സ്വർണം നേടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി വിളിക്കാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഇതുപോലെ കൂടുതൽ സ്വർണ്ണ നാണയങ്ങളും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.